ആണോ ഹോൾസെയിലായിട്ട് ദൈവമാതാവാണോ എന്ന് എടുത്തേക്കുന്നല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ അന്യക്കോടത്തോട്ട് അറിയില്ലെന്നേ. കാരണം പുള്ളിക്കാരന് ടോമച്ച. നിങ്ങൾ പറയാണ് എനിക്ക് ബന്ധുക്കോസ് വിശ്വാസം മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളോട് ചോദിക്കില്ലായിരുന്നു. നിങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിന്റെ മുഴുവൻ അട്ടിപ്പേരെടുത്തോണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഒരിക്കലും ഇല്ല, പുള്ളി ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പിന്നെ അടങ്ങി ഒതുങ്ങി ഡീസന്റ് ആയിട്ട് ഞാനൊരു അന്യക്കോടത്തോട്ട് ബന്ധുക്കോസുകാരൻ മാത്രമാണെന്ന് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും പുള്ളി പറഞ്ഞിട്ടില്ല. ചോദിക്കുകയല്ല. അല്ലെന്നേ, പുള്ളിയോടാ ചോദിക്കുന്നത്. ഈവൻ നമ്മുടെ ആന്റോ പോലും വന്ന് മറിയുടെ കാര്യമാണ് പുള്ളിയോട് ചോദിക്കുന്നത്. പുള്ളി പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ എന്റെ പരിശുദ്ധനായെന്ന് പൊന്നു പറഞ്ഞു. പുള്ളി മുസ്ലിമിന്റെ കാര്യം വരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ക്രൈസ്തവ എടോ വിശ്വാസം പറഞ്ഞു എടോ ചോദിച്ചപ്പോ എന്നാ ഇതിനു മടി? മുമ്പ് ഒരു മിനിറ്റ് ഇപ്പച്ച പുള്ളി ക്രിസ്റ്റോളജിക്ക് ക്ലാസ് എടുക്കുന്നവനാന്ന് പറഞ്ഞു. ഈ ക്രിസ്റ്റോളജിയുടെ ബേസ് എന്താ? ക്രിസ്റ്റോളജിയുടെ ബേസ് എന്ന് ക്രിസ്റ്റോളജി പറഞ്ഞാൽ ക്രിസ്റ്റോളജി ദൈവം മനുഷ്യരുടെ ലോകത്ത് വന്നു, അത്രേ ഉള്ളൂ. അത് അതിൽ കൊള്ളൊന്നുമില്ല. വേറെ എന്താ? അടിപൊളി. അത്രേ ഉള്ളത്. അല്ല എന്താ ക്രിസ്റ്റോളജി? അത്രേ ഉള്ളൂ. പിന്നെന്താ ഉള്ളത്? ദൈവം മനുഷ്യരുടെ ലോകത്തിൽ വന്നു, നമുക്ക് വേണ്ടി ഇവിടെ ജീവിച്ചു, കുരിശി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സന്തോഷം. പിതാവിന്റെ അടുക്ക കരടിപ്പോയി. അതല്ലാതെ എന്താണ് ക്രിസ്റ്റോളജി? യേശു ക്രിസ്തു അത് കണക്കിനാ. ആരാന്നുള്ള സാധനമാ ക്രിസ്റ്റോളജി. എന്തോ യേശു ക്രിസ്തു എന്താന്നുള്ളതാ ക്രിസ്റ്റോളജി. ക്രിസ്റ്റോളജി അതല്ലേ പറഞ്ഞേ, ദൈവമായിരുന്നു, മനുഷ്യരുടെ അത് ലോകത്തിൽ വന്നു, ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റ്, സ്വർഗത്തിൽ പോയി. അതാണ് ക്രിസ്റ്റോളജി. സന്തോഷം. ഈ പച്ച ഞാൻ പോട്ടെ. ഇവര് ഭയങ്കര ക്രൂരന്മാരല്ല ഈപ്പച്ച? അല്ല ഈപ്പച്ച, ഈ കത്തോലിക്കര് ടോമച്ച ഭയങ്കര അനുസരിച്ച് ക്രൂരന്മാരാ. പോസിറ്റീവ് നെഗറ്റീവ് അറിയാവുന്നവൻ, കണക്ട് ചെയ്യാൻ അറിയാവുന്നവൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അല്ല ഈപ്പച്ചന് അത് ഇതിന് തോന്നിയിട്ടുണ്ടോ? നെഗറ്റീവ് എനർജി മാത്രമേ അവന്റെ അറിയട്ടേ ഉള്ളൂ. ഈപ്പച്ച, നിങ്ങൾക്ക് അത് തോന്നിയിട്ടുണ്ടോ? ഈ കത്തോലിക്കര് ഭയങ്കര ക്രൂരന്മാരെ, അറിയാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ആൾക്കാരെ കൊടുക്കാൻ ഇവരെ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ അല്ലേ? തീർച്ചയായിട്ടും ഈപ്പച്ചന് അത് തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും യാതൊരു കാരണവശാലും ആ പാവം പിടിച്ച പാസ്റ്ററോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല. അതെ. ഇതൊരുമാതിരി എടുക്കാത്ത പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പം കണ്ണ് തള്ളിപ്പോകുന്ന ഒരു വിദ്യാർത്ഥിയുടെ നിഷ്കളങ്കത ഞാൻ ആ മുഖത്ത് കണ്ടത്. നമ്മളൊക്കെ അങ്ങനെയുണ്ടോ അങ്ങനെയൊന്നുമല്ല പണ്ട്? ജോസൂട്ടി. ആന്റോയുടെ ഒക്കെ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും യേശുക്രിസ്തു മറിയാണ് ഇമ്പോർട്ടന്റ്. യേശുക്രിസ്തു മറിയുടെ ഉദരത്തിൽ ജനിച്ചു. ആ കൂടെ യേശുക്രിസ്തു ഒരു എന്താ ഒരാള്. പക്ഷെ മറിയുടെ ഉദരത്തിൽ ജനിച്ചുകൊണ്ടാണ് യേശുക്രിസ്തുവിന് വിലയുള്ളത് എന്നാണ് എനിക്ക് തോന്നിയത്. ചോദ്യമൊക്കെ കേട്ടപ്പോ എനിക്ക് തോന്നിയത്. പുള്ളിക്ക് അറിയത്തില്ല. അല്ല, അറിയായിരുന്നേ പറഞ്ഞേനെ. അല്ല, പുള്ളിക്കറിയാവുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചാണ്, മറിയെ കുറിച്ച് പുള്ളിക്ക് അറിയില്ല. പക്ഷെ കത്തോലിക്കന്റെ ആന്റോയ്ക്ക് അറിയേണ്ടത് അല്ല, പുള്ളിക്ക് കർത്താവിന്റെ യേശുക്രിസ്തുവിനെ അമ്മയെ പറ്റി മറിയെ അറിയത്തില്ല. കുറിച്ചാണ്. അല്ല ടോമച്ച, യേശുക്രിസ്തുവിനെ പറ്റി പുള്ളിക്ക് അറിയത്തില്ല. കാരണം യേശുക്രിസ്തു ജനിച്ചത് എങ്ങനെയാണെന്ന് അറിയത്തില്ല പുള്ളിക്ക്. പിന്നെ എങ്ങനെയാ പുള്ളി ബാക്കി പറയുന്നത്? എന്റെ ടോമെ, ഞാൻ ചോദിച്ചത് യേശു ക്രിസ്തുവിനെ പറ്റി തന്നെയാണ്. ഞാൻ ചോദിച്ചത് യേശു ക്രിസ്തുവിന്റെ ശരീരം എവിടെ നിന്ന് എന്ന ചോദ്യമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. പുള്ളിക്ക് യേശു ക്രിസ്തുവിനെ പറ്റി അറിയത്തില്ല. പുള്ളിക്ക് ആകെ അറിയാവുന്നത് അള്ളാഹുവിനെയും ഇസ്ലാമിനെയും പറ്റിയാണ്. പുള്ളിക്ക് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു കുന്തം അറിയത്തില്ല. ഏതായാലും യേശുക്രിസ്തു മറിയെ ജനിച്ചു എന്നാണല്ലോ, അല്ല മറിയെ ജനിപ്പിച്ചു എന്നൊന്നും അല്ലല്ലോ. ഏതാണ്ട് സൂറയുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അത് ആ സൂറയിലല്ലേ ഈ സൂറയിലാന്നൊക്കെ പറയുന്നത്. എനിക്ക് ആ ക്ലാബിന്റെ പേര് പോലും പറയാൻ അറിയത്തില്ല. പക്ഷെങ്കിൽ ആ സൂറയാണോ ഈ സൂറയാണോ എന്ന് വെച്ചപ്പോ അത് ആ സൂറയിലല്ല ഈ സൂറയിലാണ് എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അത്രേ അറിയത്തുള്ളൂ, വേറെ ഒന്നും അറിയത്തില്ല. ടോമച്ചായ എന്ന് പറയുമ്പോ ടോമച്ചായന്റെ പപ്പയും മമ്മിയും അവിടെ ഇമ്പോർട്ടന്റ് അല്ലേ? എന്റെ ജോസ് കുട്ടി, ആ, നമ്മുടെ കർത്താവ് വന്നോണ്ടല്ലേ മറിയക്ക് ഇമ്പോർട്ടന്റ്. അല്ലാതെ മറിയെ പോട്ടെ. ഉള്ളതുകൊണ്ട് കർത്താവ് വന്നെന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സില്ലിയായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ കർത്താവ് വന്നത് അങ്ങനെയൊന്നും മറിയ പറയുന്നില്ല. ഉള്ളതുകൊണ്ടാണ്, മറിയയിൽ ജനിച്ചുകൊണ്ടാണ് നമ്മുടെ കർത്താവ് വലിയ ആളായത്. എന്നല്ലാതെ നമ്മുടെ കർത്താവ് മറിയയിൽ ജനിച്ചു എന്ന് അല്ല, അത് ചിന്തിക്കുന്നതിന് പകരം ആയിക്കോട്ടെ. മറിയ ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ലോകത്തിൽ വരാൻ പറ്റിയത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വെക്കുമ്പോഴാണ് ഈ പ്രശ്നം. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഒന്നും വെച്ചിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് ടോമച്ചായനെ പോലെ തന്നെ ടോമച്ചായൻ എന്ന് പറയുന്ന ആൾക്കുള്ള അത്രയും ഇമ്പോർട്ടൻസ് ടോമച്ചായന്റെ പപ്പയ്ക്കും മമ്മിക്കും ഉണ്ട്, ഇല്ലേ? ചങ്ങാതി, ഇവിടെ ലോകത്തിലെ ഒരു അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ അവർക്ക് മക്കളുണ്ടാവും. അത് നോർമലാണ്. പക്ഷെ യേശു ക്രിസ്തുവിന്റെ ജനനം അങ്ങനെ അല്ലല്ലോ. യേശു ക്രിസ്തു ജനിച്ചതും മറിയുടെ വയറ്റിലാണ്, ശരിയാണ്, കറക്റ്റാണ്. പക്ഷെ മറിയയുടെ ഇച്ഛയാലല്ല അവിടെ യേശു ക്രിസ്തു ജനിച്ചത്. യേശു ക്രിസ്തു ജനിച്ചതും മറിയോട് ചോദിച്ചു, അനുവാദം മറിയ ജനിച്ചു.
എന്നല്ലാതെ തോമസ് മറിയയ്ക്ക് അതിനകത്ത് ഇമ്പോർട്ടന്റ് ഒന്നുമില്ല. എനിക്കറിയില്ല. തോമസ് ഞാനിപ്പോ ഏതായാലും ഞാൻ പറയുന്നത് അതൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. മറിയക്ക് ഇമ്പോർട്ടൻസ് കൂട്ടി കൊടുക്കണമെന്നോ കുറച്ച് കൊടുക്കണം അതൊന്നും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചത് മറിയ ഒരു ഇമ്പോർട്ടന്റ് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഫിഗർ അല്ലേ ഇവിടെ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് യേശുക്രിസ്തു ഒരു കുറ്റിക്കാട്ടിന്ന് എഴുന്നേറ്റ് വന്നു, പെട്ടെന്ന് ഇങ്ങ് വന്ന് നിന്നിട്ട് ഞാൻ യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ അതിനുണ്ടാവുന്ന വാലിഡേഷനും അതേസമയം ഇന്ന ആളുടെ മകനായ ഇന്ന ആളുടെ മകനായ ഇന്ന ആളുടെ മകനായ ഇന്ന ഉള്ളിൽ നിന്ന് ജനിച്ചു എന്ന് പറയുന്നപ്പോൾ മറിയക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇല്ലാന്നല്ല. ഒരിക്കലും ഇല്ല. പക്ഷെ ഇല്ല ഇല്ല ബ്രദറെ, ഇല്ല. കാരണം അവിടെ മറിയോട് അനുവാദം ചോദിക്കുന്നു. മറിയ അനുവാദം കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് യേശുക്രിസ്തു മറിയ ജനിക്കുന്നത്. സഹോദരൻ മറിയ പറയാണ് എനിക്ക് പറ്റില്ല എന്ന് അല്ല, പറഞ്ഞു കഴിഞ്ഞാൽ ടോമച്ചാന്റെ യേശുക്രിസ്തു ജനനത്തിൽ ടോമച്ചാന്റെ മാതാവിന് അല്ലേ പോട്ടെ. ഇനി എന്റെ കാര്യം പറയാം. എന്റെ ജനനത്തിൽ എന്റെ മാതാവിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും താങ്കളുടെ ഫാദറും മദറും കല്യാണം കഴിഞ്ഞ ഫാദറിനെ ശേഷമാണല്ലോ അങ്ങ് വിട്, ഉണ്ടായത്. ഫാദറിനെ അങ്ങ് വിട്. എന്റെ ജനനത്തിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്റെ മാതാവിന്? തീർച്ചയായിട്ടും മാതാവിനും പിതാവിനും ഒരുപോലെ ഇമ്പോർട്ടന്റ് ഉണ്ട്. മാതാവിനും പിതാവിനും ഉണ്ട്. പക്ഷെ എന്റെ പിതാവ് ഇനി പോട്ടെ, ദൈവമേ, നാക്കും വാക്കും പിടിക്കല്ലേ. ഓക്കെ, എന്റെ പിതാവ് പിന്നെ എന്നെ വേണ്ട ഗർഭം ധരിച്ച് ഒരു മാസത്തിനുള്ളിൽ അങ്ങ് മരിച്ചു പോയെന്ന് വിചാരിച്ചു. അതിനുശേഷം എന്റെ മാതാവിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടെന്നേ, അത്ര ഇമ്പോർട്ടന്റ് ഉള്ളൂ. താങ്കളുടെ പിതാവിനും മാതാവിനും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ. അല്ല ഒരുപോലെ മാതാവിന് ഇമ്പോർട്ടന്റ് മാത്രം ഉണ്ട്. സമ്മതിച്ചു മാതാവ് മാത്രം സമ്മതിച്ചു. വിചാരിച്ച ഈപ്പച്ച ഓക്കെ, ഉണ്ടാവോ? ഇല്ലല്ലോ. അതും അങ്ങ് സമ്മതിച്ചു. ഇമ്പോർട്ടൻസ് ഉണ്ടേ. ഉണ്ടെന്നേ. കാരണം താങ്കളുടെ ആ മാതാവിനും ഇമ്പോർട്ടൻസിനെ പിതാവിനും പറ്റിയാ ഒരുപോലെ ചോദിച്ചത്. ഇമ്പോർട്ടന്റ് ഉണ്ട്. അല്ലാതെ അതിനെ പറ്റി തന്നെയാ സാറേ ചോദിച്ചത്, അല്ല വേറെ റോക്കറ്റ് സയൻസ് ഒന്നും ചോദിച്ചില്ല. അല്ല. അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ ദൈവദൂതൻ വന്ന് മറിയോട് ചോദിക്കുന്നു, ഇങ്ങനെ പറയുമ്പോൾ മറിയ അനുവാദം കൊടുക്കുന്നു. അവിടെ മറിയ പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആളിനെ അന്വേഷിച്ചു പോകും. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഓ, മറിയ ഞാൻ മാത്രം ഇവിടെ ഇതിനു വേണ്ടി മാത്രം ഇതിനകത്ത് സെലക്ട് ശരിക്കും ചെയ്തു പറഞ്ഞു എന്ന് കഴിഞ്ഞാൽ, എഴുതിയിട്ടില്ല. അല്ല, ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞ ദൈവദൂതനാ. ഒരിക്കലുമല്ല, സംശയമുണ്ടോ? ഒരിക്കലുമല്ല. ദൈവദൂതൻ വന്ന് ആന്നേ, അനുവാദം ചോദിച്ചു. ആ പുള്ളി ഈ ഒരു വിഷയം മാതാവിനോട് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. പുള്ളി എവിടുന്നാ തീരുമാനിച്ചു ഈ പുള്ളിക്ക് കൃപ ലഭിച്ചെന്ന്? അല്ല, കാരണം ഇപ്പൊ നമ്മള് ഒരു സ്ത്രീയെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ അവരെ ഗ്രീറ്റ് ചെയ്യുമല്ലോ. ഒരു സ്ത്രീയെ നമ്മൾ അത് കൃപ കാണുമ്പോൾ നമ്മൾ ലഭിച്ചവളെന്നാ. ഗ്രീറ്റ് ചെയ്യാന്നുള്ളൊരു ഹൗ ആർ യു, മാന്യമായിട്ടുള്ള ഒരു ഹൗ ആർ യു സംഭവമാണ്. എന്ന് ചോദിച്ചല്ലേ? തീർച്ചയായിട്ടും അല്ലല്ല അത് നമ്മുടെ അങ്ങനെയല്ല. മോഡേൺ യൂണിറ്റിൽ അവരുടെ അന്നത്തെ കാലത്ത് കൃപ ലഭിച്ചോളൂ എന്ന് അത് അഭിസംബോധന എന്തിനാ ചെയ്തു അങ്ങനെ മാത്രമേ ഉള്ളൂ. ചെയ്തേ? എന്തിനാ? അത് ദൈവത്തിന്റെ മറിയമേ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞാ പോരായിരുന്നു? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറയാൻ പോയത് എന്തിനാ? തീർച്ചയായിട്ടും അത് ദൈവത്തിന്റെ ദൂതനല്ലേ? കാര്യമല്ലേ. ദൈവം ഇച്ചിരൂടെ ഗ്രേസ് കൂട്ടി പറയുന്നു എന്ന് മാത്രം. കഴിഞ്ഞിട്ടാ പുള്ളി ഇച്ചിരൂടെ കഴിഞ്ഞിട്ടോ ബഹുമാനം അല്ലേ? കൂട്ടി അല്ലല്ല, ദൈവം ഇച്ചിരൂടെ ബഹുമാനത്തോടു കൂടെ ഒരു പറയുന്നു. ചെറിയ തള്ളു, അല്ല അത്രേ ഉള്ളൂ. ബഹുമാനിക്കും. അല്ല അല്ല എങ്കിൽ അല്ല പിന്നെ ദൈവം ബഹുമാനിക്കും. മറിയ പറയരുത്, നീ പറഞ്ഞ പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് അങ്ങനെ അനുവാദം കൊടുക്കേണ്ട എന്റെ പൊന്നെ, അത് കാര്യമില്ലല്ലോ. ചോദ്യമൊക്കെ അത് കഴിഞ്ഞ് ഈ വിഷയമൊക്കെ പറഞ്ഞ അതിന് ശേഷമല്ലേ? അതിന് മുമ്പ് തന്നെ വന്ന് അത് ചെന്നപ്പോഴേ പറഞ്ഞ ഏറ്റവും എന്തുവാ? അവസാനത്തെ വേർഡാണ് മറിയ പറഞ്ഞത്, നീ പറഞ്ഞ പോലെ എനിക്ക് ഭവിക്കട്ടെ എന്റെ പൊന്നെ, എന്ന് അതൊക്കെ പറഞ്ഞപ്പോഴാണ് അവസാനം സംഭവിച്ചത്. വിഷയം അവതരിപ്പിച്ചതിന് ശേഷം. എക്സാക്ട്ലി, അതാണ് ലാസ്റ്റ് വേർഡ്. ആദ്യം ചെന്നപ്പോ ആ പുള്ളി അങ്ങനെ എന്തിനാ ഗ്രീറ്റ് ചെയ്തേ? ഇപ്പൊ ഈപ്പച്ചായൻ പറഞ്ഞതിന് എനിക്ക് കൂടെ ഒരു കമന്റ് പറയാൻ അവസരം തരണേ. പറഞ്ഞോ ജോർജ. അതായത് ടോമച്ചായ, നിങ്ങൾ പറയുന്നത് പിന്നെ വചനം ജഡമായി, പിന്നെ അതിൻ്റെ അകത്ത് ഒന്നും നോക്കാനില്ല, സർവ്വം പൂർത്തിയായി, വചനമാണ്, ആ ജഡമായ വചനമാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നത്. എന്ന് പറയുന്ന പോലെ ഇവിടെ കൃപ ലഭിച്ചവളെ എന്ന് പറയുമ്പോൾ അതിലൊരു ഫുൾ സ്റ്റോപ്പും ഇല്ല. ബാക്കി നിങ്ങൾ പറയുന്ന കാര്യത്തിനെല്ലാം ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, ഒറ്റയടിക്ക് സാധിക്കുന്നു, പഴയതാണത്, കഴിഞ്ഞു പോയതാണ് എന്നൊക്കെ പറയും. ഇവിടെ ഈ കാര്യം വെറും ഈസി ആയിട്ടാണ് ടോമച്ചാൻ പറയുന്നത്. അത് ആ രണ്ട് നയമാണ് ടോമച്ചാൻ സ്വീകരിക്കുന്നത്. അതാ മനസ്സിലാകത്ത്. അല്ല, ഈ കൃപ എനിക്ക് ലഭിച്ചുള്ള എന്ന് പറയുമ്പോൾ എന്തെങ്കിലും മറിയ്ക്ക് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ഉള്ളതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞത്? അതോ ഓ, മരയ്ക്ക് കൃപയൊന്നും ഇല്ലാതെ ചുമ്മാ ദൈവദൂതൻ കള്ളത്തരം പറഞ്ഞു, ചുമ്മാ തള്ളിയാന്നേ പുള്ളി. അല്ലെന്നേ, അതൊരു ഗ്രീറ്റിംഗ്സ് അല്ലേ, ദൈവത്തിന്റെ ആന്നേ, ഗ്രീറ്റിംഗ്സ്. അത് ചുമ്മാ അതാ പറഞ്ഞേ, ഒരു ഡെക്കറേഷന് വേണ്ടി പുള്ളി ചുമ്മാ തള്ളിയതാ. അല്ല, ഈ ലോകത്തിൽ തോമസ് എല്ലായിടത്തും ഒരു ഗ്രീറ്റിംഗ്സ് ഉണ്ട്. മറുപടി ചോദിക്കുന്നുണ്ടോ? ഇത് എന്തൊരു വന്ദനം എന്ന് ചോദിക്കുന്നുണ്ടല്ലോ മറിയ. അതെന്നാത്തിന് ചോദിച്ചാ? എന്തൊരു വന്ദനം ചോദിക്കുമ്പോൾ അതൊക്കെ കഴിയുമ്പോൾ പറയാണ്, നീ ചെറിയ നീ പോരായല്ലോ, പറഞ്ഞ പോലെ ധൃതി എനിക്ക് പിടിക്കണോ? സംഭവിക്കട്ടെ. ചെറിയ അവിടെ പോരെ, ഒന്ന് സ്റ്റീൽ ചെയ്യണ്ട, അങ്ങനൊരു ധൃതി പോരെ. വാക്കൂടെ മറിയ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷമാണ് യേശു തോമസ് അവളിൽ തോമസ് ഉത്ഭവിക്കുന്നത്. ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഒരു കാര്യം പറഞ്ഞോളൂ, ഒറ്റ സെക്കൻഡ്.
കൃപല വിളിച്ചവളെ നിനക്ക് വന്ദനം ചോദിക്കും. ഇത് എന്തൊരു വന്ദനം എന്ന് ചോദിക്കാൻ കാര്യം, അന്നത്തെ കാലത്ത് ഇങ്ങനെ ആരും ഗ്രീറ്റ് ചെയ്യാറില്ല. അത് കാരണം കൊണ്ടാണ് ചോദിക്കുന്നത് എന്തൊരു വന്ദനം. ഇപ്പൊ നമ്മളോട് ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ നീ എന്തുവാടെ ഈ പറഞ്ഞതെന്ന് നമ്മൾ ചോദിക്കുമോ? ചോദിക്കത്തില്ല. അത് നോർമലാണ്. ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് നോർമലാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ജോസൂട്ടി മ്യൂട്ടായി. കുഴപ്പമില്ല, പുള്ളി വരും. ജോസൂട്ടി മൂക്കായടാ. ആയിക്കോട്ടെന്നേ, പുള്ളി വരുവന്നേ. ഒരു സെക്കൻഡ്, പുള്ളിക്ക് അറിയാം, പുള്ളി തന്നെ മ്യൂട്ട് ചെയ്തതല്ലേ. ഓക്കെ. ഇവിടെ ആരെയും മ്യൂട്ട് ചെയ്യുന്നില്ലല്ലോ. ഞാൻ മ്യൂട്ടായി പോയ. കേട്ടല്ലോ, വളരെ കണ്ടു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാള് തന്നെയാണ്. ക്രിസ്ത്യൻ വിശ്വാസങ്ങളിലേക്ക് അടിസ്ഥാനങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഞാൻ പറയട്ടെ, യേശുക്രിസ്തു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷെ കന്യകയിൽ നിന്നല്ല ജനിച്ചത്. വേറൊരു ഒരു കപ്പിൾസിന്റെ മകനായിട്ടാണ് ജനിച്ചതെന്ന് വിചാരിക്കുക. നിങ്ങൾ ഈ യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവായിട്ട് അംഗീകരിക്കുമോ? ക്രിസ്തുവായിട്ട് അംഗീകരിക്കുമോ? മശിഹയായിട്ട് അംഗീകരിക്കുമോ? ദൈവപുത്രനായിട്ട് ജോസൂട്ടി അംഗീകരിക്കുമോ? നിക്ക് ഓക്കെ ഇടയ്ക്ക് എങ്കിൽ ഇടയ്ക്ക് കയറില്ലേ സഹോദര. അപ്പം മാതാവിന്റെ വാക്കും മാതാവ് പറഞ്ഞ കാര്യങ്ങളും അതേപോലെ തന്നെ ഈ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അത്രമേൽ ഇമ്പോർട്ടൻ്റാ. അത് നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൂട്ടിക്കൊടുക്കുന്നവരൊക്കെ അത് അവരുടെ കാര്യമാണ്. അതൊന്നും ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. പക്ഷെ എന്ത് ഇമ്പോർട്ടൻസ് ഉണ്ടോ ആ ഇമ്പോർട്ടൻസ് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. ഇപ്പം നിങ്ങൾ ഈ കർത്താവായ യേശുക്രിസ്തു 999 പ്രവചനങ്ങളുണ്ടെന്ന് വിചാരിക്കുക, അല്ല 1000 പ്രവചനം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 1000 പ്രവചനത്തിൽ 999 നിവൃത്തിയായി. പക്ഷെ കന്യകയിൽ നിന്നല്ല ജനിച്ചത് എന്നിരിക്കട്ടെ. അതായത് ജോസഫിന്റെയും മറിയയുടെയും മകനായിട്ട്, രണ്ടുപേരുടെയും കൂടെ മകനായിട്ടാണ് ജനിച്ചത്. നിങ്ങൾ അംഗീകരിക്കുമോ ഇങ്ങേര് മശിഹയാണ്, ദൈവപുത്രനാണെന്ന് നിങ്ങൾ അംഗീകരിക്കുമോ? ലോകത്തെ ഏതെങ്കിലും മനുഷ്യൻ അംഗീകരിക്കുമോ? അംഗീകരിക്കത്തില്ല. അപ്പം സ്വാഭാവികമായിട്ടും മാതാവിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ വന്ന ദൂതൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. സകല കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആരെങ്കിലും അതിനോട് ഏച്ചു കെട്ടുകയോ കൂട്ടിച്ചേർക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് മൊത്തത്തിൽ നിഷേധിക്കുന്ന പരിപാടി അത് ശരിയല്ല. അത് വളരെ മോശപ്പെട്ട പരിപാടിയാണ്. നമ്മൾ മാതാവിന് തല ചുമക്കണമെന്നോ അങ്ങനെ ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. മാതാവിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാ മാതാക്കന്മാർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. കർത്താവിന്റെ അമ്മയ്ക്ക് ആസ് എ ക്രിസ്ത്യാനി അതിലേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ദൂതം വന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരെ സാക്ഷി നിർത്തിയൊന്നും അല്ല പറഞ്ഞത് നീ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന്. അത് മനസ്സിലായ? ആ സ്ത്രീയുടെ ഒറ്റ സാക്ഷ്യത്തിലാണ് മുഴു ക്രിസ്തീയ സഭയും വിശ്വസിക്കുന്നത് ഇത് ജോസഫിനാലുള്ളതല്ല എന്ന്. അതായത് ജോസഫിന്റെയും മറിയയുടെയും രണ്ടുപേരുടെ വാക്കിനാലാണ് എന്ത് ചെയ്യുന്നത്, മുഴു ലോകവും ഇന്നും വിശ്വസിക്കുന്നത് ഇത് മനുഷ്യന്റെ ഇച്ഛയാലുള്ള ഒരു ഗർഭധാരണമല്ല എന്ന് പറയുന്നത്. അപ്പൊ ആ രണ്ടു പേർക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. എൻ്റെ അറിവിൽ ദൂതൻ സാക്ഷി നിർത്തിയിട്ട് ആരെങ്കിലും മച്ചാനെ ഇങ്ങ് വന്ന് ഞാൻ ഈ പറയുന്ന കാര്യത്തിന് സാക്ഷി നിൽക്കുന്നു പറഞ്ഞിട്ട് സാക്ഷി നിർത്തിയിട്ട് ഒരു മൂന്നാമനെ കൂട്ടിയിട്ടല്ല ഈ കാര്യങ്ങളൊന്നും പറയുന്നത്. അപ്പം നമ്മൾ ചുമ്മാ അവരെ അങ്ങ് എന്താ പറയാ, വേറെ ആരെങ്കിലും അവർക്ക് അമിത ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ ഉള്ള കാര്യം ഇല്ലാതാക്കി അത് മോശമായിട്ട് ചിത്രീകരിക്കുന്ന പരിപാടി അത് ശരിയല്ല. ഉള്ള ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. അവർ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പൗലോസ് എങ്ങനെയാണോ ക്രിസ്ത്യാനികൾക്ക് തൻ്റെ എഴുത്തിനാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്നത്, അതുപോലെ തന്നെ വിശ്വാസ സംബന്ധമായിട്ട് മാതാവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പറഞ്ഞ കാരണങ്ങളാണ്. അപ്പൊ അത് നിഷേധിക്കരുത്. എന്റെ ജോസൂട്ടി നമ്മുടെ ക്ലബ് ഹൗസിലെ സംസാരം കേട്ട് കഴിഞ്ഞാൽ മറിയ ഇവിടെ ജീവിച്ചോണ്ട് യേശുക്രിസ്തു ലോകത്തിൽ വന്നെന്നാണ് ഇവർ അത്രേ ഈ ഉള്ളു ക്ലബ് ഹൗസിലുള്ള ഇതൊക്കെ കേൾക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ നേരെ തിരിച്ചാണ്. ഓക്കെ, എന്നാ അവിടെ തിരിച്ച് കാരണം ദൈവദൂതൻ മറിയയുടെ അടുക്ക വരുന്നു, മറിയോട് വന്ദനം ചൊല്ലുന്നു, മറിയോട് കാര്യം പറയുമ്പോൾ മറിയ പറയുന്നു ഓക്കെ നീ പറഞ്ഞ പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു അവളിൽ ജനിക്കുന്നു. ഓക്കെ, അതാണ് സംഭവം. അല്ലാതെ നേരെ തിരിച്ചല്ല. മറിയെ ദൈവം ഓൾറെഡി ലോകാരംഭം മുമ്പ് തെരഞ്ഞെടുത്തു, മറിയിൽ യേശു ജനിച്ചു എന്നാണ് ഇപ്പോഴത്തെ ഈ ക്ലബ് ഹൗസിലുള്ള ഇത്. ടോമച്ച, നമ്മുടെ സംസാരം കേട്ട് ഈ കഴിഞ്ഞാൽ മറിയ തോന്നുന്നു സമ്മതിച്ചില്ലേ ഇപ്പൊ എന്നാ ചെയ്തേനെ? വേറെ ആളിനെ സമ്മതിച്ചില്ലെങ്കിൽ തപ്പിപ്പോയിന്, വേറെ ആളിനെ തപ്പിപ്പോവും. എന്താ ആ കുഴപ്പമെന്താ? അത് കലക്കി. എന്റെ പൊന്ന് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, എന്റെ പൊന്ന് CC അല്ലായിരുന്നു. ടോമച്ചായ നിങ്ങളൊരു കാര്യം ചെയ്തേ. ഈ അവിടെ ചെന്ന് പറഞ്ഞ ഈ വന്ദനത്തിനെ നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞു. അത് എന്തിനാ? ഈ പുള്ളിക്കാരോട് എന്തെങ്കിലും കൺഫർമേഷൻ ചോദിക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അത്. അങ്ങനെ ഒരു ഗ്രീറ്റ് ചെയ്ത് എന്തിനാ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ? മറിയമേ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞാൽ പോരായിരുന്നു? ഈ ദൈവദൂതൻ ആള് ശരിയല്ലെന്നേ, പുള്ളി പെശക.
അല്ലെ പിന്നെ ആ പുള്ളി അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും അത് ദൈവം വന്ന് ആ ഗ്രീറ്റിംഗ് ചെയ്തപ്പോ കറക്റ്റ്, അതിനാണ് തീർച്ചയായിട്ടും അതാണ് പറയുന്നത്. അതിന്റെ ശരി. ദൈവദൂതൻ ആള് ശരിയല്ല. ഒന്നുമല്ല, ദൈവത്തിന്റെ ദൂതൻ വന്ന് മറിയോട് പറയുമ്പോൾ അങ്ങനെ സ്പെഷ്യൽ ഗ്രീറ്റിംഗ് കൊടുക്കുന്നു. അവിടെ മറിയ പറയാൻ എനിക്ക് പറ്റില്ല, ഞാൻ സിംഗിൾ ആണ്, ഞാൻ വിവാഹം നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ, വിവാഹം കഴിഞ്ഞിട്ടില്ല, എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല, അല്ല അത്രേ ഉള്ളൂ. അങ്ങനെ വളരെ പറയാൻ സിമ്പിൾ. കാരണം ദൈവം പറ്റത്തില്ലല്ലോ. വേറെ ആളെ തട്ടിപ്പോകുന്നേ, ടോമച്ചായ സ്ത്രീയുടെ സന്തതി. ടോമച്ചായ ഒരു സെക്കൻഡ്, ടോമച്ചായ ഇതൊന്ന് കേട്ടെ. ടോമച്ചാൻ ശാന്തമായിട്ടൊന്ന് കേട്ടെ. മാത്തുക്കുട്ടി പറയുന്ന ഒരു ഡീബ്രീത്ത് ഒക്കെ എടുത്തിട്ട് ഇത് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന് ആ ദൂതം പറഞ്ഞ എന്തിനാ? ആ പുള്ളി എന്തിനാ അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞു? ഈ മറിയം കൃപ ലഭിച്ചവളാന്ന് എന്തിനാ പുള്ളി പറഞ്ഞു? തീർച്ചയായിട്ടും ദൈവം അവളെ തിരഞ്ഞെടുത്തു. പക്ഷെ അതിന്റെ തിരഞ്ഞെടുത്തോ? ഓൾട്ടിമേറ്റ് അവിടെ 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 ലോക്ക്, അവിടെ ലോക്ക്, അവിടെ ലോക്ക്, അവിടെ ലോക്ക്, അല്ല അവിടെ ഈപ്പച്ച ലോക്ക്, അവളെ അവിടെ ദൈവം ലോക്ക്, അവിടെ തെരഞ്ഞെടുത്തായാലും ലോക്ക്. അവക്കാണ് ലാസ്റ്റ് വേർഡ്. ഇത് എനിക്ക് വേണോ വേണ്ട ടോമച്ചാനെ എന്ന് വാക്കിനാൽ തീരുമാനിച്ചുള്ള ജയിക്കാൻ അധികാരം പറ്റത്തില്ല, മറിയിക്കാണ്. അതെനിക്കറിയാം. എനിക്ക് ടോമച്ചാനെ വാക്കിനാൽ ജയിക്കാൻ പറ്റത്തില്ല, അതെനിക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞപ്പോ ടോമച്ചാൻ തന്നെ ഇപ്പൊ സമ്മതിച്ചു ദൈവം അവളെ തെരഞ്ഞെടുത്തു. അപ്പൊ ടോമച്ചൻ സമ്മതിച്ചു. തെരഞ്ഞെടുത്തതിന് ശേഷമാണ് ഈ കാര്യം പറയുന്നത്, ആണോ? ടോമച്ചൻ തീർച്ചയായിട്ടും ആദ്യമായിട്ട് സമ്മതിച്ചു. ആണെന്നേ, അപ്പൊ ആണെന്നേ, അത് പിന്നെ ഇല്ലെന്നൊന്നും ഞാൻ അപ്പൊ പറഞ്ഞില്ലല്ലോ. പിന്നെ പക്ഷെ അപ്പൊ പക്ഷെ പിന്നെ അവസാന അപ്പൊ വേർഡ് പിന്നെ മറിയക്ക് മറിയുടെയാണ്. അപ്പൊ പിന്നെ മറിയത്തിന് നോ പറയാൻ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ടല്ലേ മറിയോ ആഹാ, അവസാനം പറയുന്നത്, നീ കൊള്ളാം, പറഞ്ഞ പോലെ എനിക്ക് ദൈവത്തിന്റെ കൊള്ളാം. ഭവിക്കട്ടെ എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ ഇപ്പച്ച ദൈവം അപ്പൊ നിങ്ങളുടെ ദൈവത്തിന് ഇത്രയ്ക്കുള്ള കപ്പാസിറ്റി ഉള്ളു. നിങ്ങളുടെ ദൈവം സർവജ്ഞാനിയോ അല്ല, ഒരിക്കലും അല്ല. അവിടെ നമ്മുടെ ദൈവം ആരെയും ഫോഴ്സ് ചെയ്ത് ഒരു കാര്യം ചെയ്യിക്കുന്ന ദൈവമല്ല. അവിടെ മറിയക്ക് ഇപ്പച്ചോ ഒരു ഓപ്ഷൻ കൊടുക്കുന്നു, മറിയക്ക് യേശു നോ പറയാനുള്ള അധികാരവും കൊടുക്കുന്നുണ്ട്. ഇപ്പച്ചോ എന്തോ ടോമച്ചൻ പറയാൻ കേട്ടിട്ട് എനിക്കൊരു 100 രൂപയ്ക്ക് ചേഞ്ച് വേണം പറഞ്ഞ് ഞാൻ റോഡിലോട്ട് ഇറങ്ങിയിരുന്നു. അതിലെ വന്ന ആദ്യം കണ്ട ഒരു സ്ത്രീയോട് ചോദിച്ചു, അവര് തന്നില്ല. അല്ലെങ്കിൽ തന്നെങ്കിൽ അതെടുത്തു, അല്ലെങ്കിൽ അടുത്ത ആളിനെ പോയേനെ. ആ ഒരു ലാഘവത്തോടാണ് ഈ ടോമച്ചൻ തീർച്ചയായിട്ടും പറഞ്ഞത്. അത്രേ ഉള്ളൂ പറയാ, അത്രേ ഉള്ളൂ. കാരണം അവിടെ അനുവാദം കൊടുക്കുന്നു, മറിയ അനുവാദം കൊടുക്കുന്നു, അവിടെ മറിയിൽ യേശു ജനിക്കുന്നു, അത്രേ ഉള്ളൂ. കാരണം ഇത് സിമ്പിൾ അല്ലെന്ന് ആയിട്ടുള്ള ഞാൻ ഒരു കാര്യം. കാര്യം നിങ്ങൾ ഈ പറയട്ടെ. പറയുന്ന ഞാൻ പോലെ ഇപ്പൊ വേറൊരു കാര്യം പറയാം. ഇനിയിപ്പം ഇത് നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചു. ഇപ്പം കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞിട്ട് ദൈവം ഈ മറിയത്തിന്